ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഞാനിന്ന് ചെയ്തിരിക്കുന്നത് ഞാനിന്നൊരു ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അതിൻ്റെ ഒരു പേര് പറഞ്ഞല്ലോ, ആ ഒരു സാധനം ചെയ്തെടുത്തേക്കാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ അതിൻ്റെ പേര് ഞാൻ തമ്മിലിട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പവർ റിംഗ്. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓറ റിങ്ങോ അങ്ങനെ പവർ റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ആ ഒരു സിനാപ്പി നമ്മൾ ചെയ്തെടുത്തേക്കാണ്. ഓക്കെ, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ സോറി. ഓക്കെ, നല്ല മഴയാണ്, അപ്പം ലൈറ്റിങ്ങിൻ്റെ കുറവുണ്ടാവും, സൗണ്ടിൻ്റെ കുറേ വിഷയമുണ്ട്, അപ്പോൾ എല്ലാം ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു DC മോട്ടറാണ്. DC മോട്ടർ എന്ന് പറയുമ്പോൾ ഡൈനാമോ ഇരിക്കും, ഇച്ചിരി സൈസുള്ളതാണ്. നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വേണം. എൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ വഴിയെ കൊണ്ടുവരാം. നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ രണ്ടിനും വയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓൾറെഡി സോൾഡർ ചെയ്ത് വെച്ചാണ്. കറണ്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കറണ്ട് ഇല്ല. ഓക്കെ, മഴയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പീസാണ്. ഓക്കെ, ഇത് നമുക്ക് പ്രിൻ്ററിൻ്റെ ഹെഡിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ നല്ല ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പീസായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെയ്യേണ്ട പരിപാടി ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ രണ്ട് LED ഒട്ടിച്ച് വെച്ചിട്ട് സീരീസ് ആയിട്ട് ഈ LED രണ്ടെണ്ണം കണക്ട് ചെയ്ത് വെക്കണം. അതായത് ഡൈനാമോ കറങ്ങി നമുക്ക് കറണ്ട് വരുന്ന രീതിയിൽ. ഇതൊരു ഡൈനാമോ ആയിട്ട് സങ്കല്പിക്കുക, ഇത് ഡൈനാമോ അല്ല. ഈ ഒരു മോട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുന്ന രീതിയിൽ നമുക്ക് വയർ കണക്ട് ചെയ്യാൻ പോകണം. ഞാൻ കണക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടോ, ഈ ഒരു ഫൈബറിൻ്റെ രണ്ടറ്റത്തും ഞാൻ LED ഒട്ടിച്ച് വെച്ചേക്കാണ്. LED എന്ന് പറയുമ്പം LED ചെറിയ മൊഡ്യൂൾസ് ആണ്, നമ്മുടെ ഈ ലൈറ്ററിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ഞാനൊരു സീരീസ് ലൈറ്റ് നയിച്ചെടുത്തതാണ്, 3 വോൾട്ടേ വരുന്നുള്ളൂ. ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ലീഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. നടുക്ക് ഒരു ക്രാക്ക് വെക്കുക. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ മോട്ടറിൻ്റെ 2 ടെർമിനലിൽ നിന്ന് വരുന്ന 2 വയറുകൾ ജോഡി ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. മോട്ടറിൽ നിന്ന് വരുന്ന ഒരു വയർ ഇതിൻ്റെ പോസിറ്റീവ് ലീഡിലേക്കും മറ്റൊരു വയർ ഈ ഒരു ബൾബിൻ്റെ പോസിറ്റീവ് ലീഡിലേക്കും കൊടുക്കുന്നു. എന്നിട്ട് ഈ 2 നെഗറ്റീവ് ലീഡുകളും കണക്ട് ചെയ്യാനാണ് പോകുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മഴയാണ്, ക്ഷമിക്കുക കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ. ഒന്നുമില്ല, നമ്മുടെ ഈ മോട്ടറിൽ നിന്ന് വരുന്ന ഈ ഒരു കണക്ഷൻ കണ്ടില്ലേ, ഈ ഒരു കണക്ഷൻ കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, മോട്ടറിൽ നിന്ന് വരുന്ന ഈ 2 കണക്ഷൻ അത് നമ്മുടെ ബൾബിൻ്റെ നെഗറ്റീവിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ കണക്ഷൻ ഒന്ന് മാറ്റിയായിരുന്നു. ഈ റെഡ് വയർ അതിൻ്റെ പോസിറ്റീവ് ലീഡുകളെ രണ്ടിനെയും ചേർത്ത് കണക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു LED ഉണ്ട്, ഇവിടെ ഒരു LED ഉണ്ട്. ഈ LED നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയറിന് പറഞ്ഞാൽ വൈറ്റ് വയർ മോട്ടറിൻ്റെ 2 വയറായിട്ടും പോസിറ്റീവ് വയർ റെഡ് വയറായിട്ട് 2 പോസിറ്റീവ് ലീഡിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. മോട്ടർ കറങ്ങാൻ നേരത്ത് അതിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുകയും ഈ 2 LED പ്രകാശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് അറിയാമോ? നമുക്ക് വേറൊരു സെറ്റ് ഡൈനാമോ കൂടെ വേണം. ഒരു നോർമൽ മോട്ടർ വേണം. ഫോക്കസ് ഔട്ടായി. ഇതാണ് നമുക്ക് വേണ്ട മോട്ടർ. നമ്മൾ ഇതിൻ്റെ അറ്റത്തൊരു സ്പില്ലർ വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു മോട്ടറിൻ്റെ ഈ ഒരു റോട്ടർ എന്നാണ് പറയുക. ഈ ഒരു ഷാഫ്റ്റും ഈ ഒരു അറ്റവും കൂടെ നമുക്കിതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കട്ടെ. നന്നായിട്ട് തറയിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നിന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത് രണ്ടും ജോയിൻ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കാനുണ്ട്. ശേഷം നമുക്കിത് മോട്ടറിൽ അതായത് ഇതൊന്ന് പവറപ്പ് ചെയ്യണം. ഞാൻ പവറപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം ഇത്ര ഉള്ളൂ. ചീപ്പാണ്, കാണാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിന് ചീപ്പ് ലുക്കാണ്. പക്ഷേ ഇത് നമുക്കിതൊന്ന് ലൈറ്റപ്പ് ചെയ്ത് നോക്കാം. വേറെ വരുത്തിയാണ് അതിപ്പം ബ്രൈറ്റ്നസ് കുറയ്ക്കുകയാണ്. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് കൊടുക്കാനൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തറയിനോടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ബേസ്ബോളിലൊക്കെ ഇതൊന്ന് താഴെയുള്ള മോട്ടറിനൊന്ന് കണക്ഷൻ കൊടുത്ത് ഓണാക്കിയാൽ മാത്രം മതി. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് സാധനം വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഇരുണ്ട മുറിയുടെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ സ്ട്രേഞ്ച് പോലെയൊക്കെ ആവാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പം ഇതിൽ നടക്കുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതായിരിക്കും സാധനം എൻ്റെ കയ്യിലുണ്ട്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. ോ ആ ഡോക്ടർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പവറൊക്കെ ഇല്ലേ, ഇതിങ്ങനെയാണ് സാധനം ഉണ്ടാവുക. മോട്ടറിന്റെ സ്പീഡിനനുസരിച്ച് ലൈറ്റും കൂടും. കണ്ടില്ലേ? ഞാൻ ഉദ്ദേശിച്ച ഇതിലും വേറൊരു ഐറ്റമാണ് കേസ്. അപ്പൊ നമ്മളെ കൂടെ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബാറ്ററിയിൽ നിന്ന് കൈവിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ മോട്ടർ പിടിച്ചു വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയോ? ഓക്കെ, ഇതാ മോട്ടർ കറങ്ങുമ്പോൾ അതിൽ നിന്ന് ഇപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയിട്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. നമ്മളിത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും.
ആ സൂപ്പർ ചേച്ചിയുടെ രാത്രി വർക്ക് ചെയ്തു കേട്ടോ. അപ്പോഴാണെങ്കിൽ ഒരു ഭംഗി നമുക്ക് അറിയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഡോക്ടർ സ്ട്രേഞ്ച് വീഡിയോ? ഓക്കെ, അടിപൊളിയായിരുന്നില്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഒരു സൂപ്പർ ഹീറോ ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളും വീട്ടിൽ ചെയ്തു നോക്കുക. ലോക്ക്ഡൗൺ സമയമൊക്കെ അപ്പോൾ വീട്ടിൽ അടിച്ചുപൊളി ചെയ്യാൻ ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് ഇതുവരെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് സൈനിങ് ഔട്ട്.